ഒരു സിംഗിൾ ഡേ 3 പടം ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എറണാകുളത്ത് ഏർലി മോർണിംഗ് എത്തി വില്ലിംഗ്ടൺ ഐലൻഡിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനെത്താൻ എറണാകുളത്തേക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ കിട്ടാനുള്ള ഓട്ടമാണിത്. അങ്ങനെ ട്രെയിൻ കയറി രാവിലെ നേരത്തെ എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി റെഡിയായി വില്ലിംഗ്ടൺ ഐലൻഡിൽ പോയി മീറ്റിംഗ് തീർത്ത് നേരെ പോയി കാന്താര കണ്ടതിന് ശേഷം നേരെ സ്റ്റുഡിയോയിൽ എത്തിയ ഒരു പോഡ്കാസ്റ്റിൽ ഗസ്റ്റായി ഷൂട്ട് ഉണ്ടായിരുന്നു. ഇതെന്റെ ലൈഫിലെ 3ാമത്തെ പോഡ്കാസ്റ്റ് ആണ് ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത്. ആരുടെയൊക്കെയോ പുണ്യം കൊണ്ട് ബാക്കി 2 പോഡ്കാസ്റ്റും ഇതുവരെ റിലീസ് ആയിട്ടേ ഇല്ല. ഒന്നിപ്പഴച്ച 3 അങ്ങനെ ഒരു 2 hour പോഡ്കാസ്റ്റ് ഷൂട്ടിന് ശേഷം ടൈം വേസ്റ്റ് ചെയ്യാതെ പെറ്റ് ഡിറ്റക്റ്റീവ് മൂവി കാണാൻ പോയി. ഒരു ട്രെയിലറോ ടീസറോ ഒന്നും കാണാതെ ഷർഫ് ഖാന്റെ ലാസ്റ്റിലെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മാത്രം വിശ്വസിച്ചാണ് പടത്തിന് ടിക്കറ്റ് എടുത്തത്. ആ വിശ്വാസം പെറ്റ് ഡിറ്റക്റ്റീവിന് ശേഷം 10x ആയി കൂടി. ബിക്കോസ് അത്രയും എന്റർടൈനർ ആണ് ഈ പടം. എല്ലാം മറന്ന് ലോജിക്കൊക്കെ മാറ്റി വെച്ച ഒരു 2 മണിക്കൂർ മനസ്സറിഞ്ഞ് ചിരിക്കണമെങ്കിൽ ധൈര്യമായി പോയി ഈ പടം കാണാം. ബിക്കോസ് ഈ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ദ വോൾ തിയേറ്ററിലെ സൗണ്ട് ദേ ഇങ്ങനായിരുന്നു. Then 15 minutes ബ്രേക്ക് എടുത്ത് നേരെ മമിത ബൈജു ആൻഡ് പ്രദീപ് മൂവിയായ ഡ്യൂഡിന് കയറി. ദ വോൾ മൂവി ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. മോർ ഓവർ മറ്റ് മമിത ബൈജു പടങ്ങളിനേക്കാൾ മമിത ബൈജു എന്ന പെർഫോമറിന് ഈ ഒരു പടത്തിൽ കാണാൻ പറ്റിയതിൽ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. പടവും അടിപൊളിയാണ്. 3 പടവും 3 ജോണർ ആയതുകൊണ്ട് തന്നെ കമ്പയർ ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡേ ഒന്നിൽ കൂടുതൽ പടം തിയേറ്ററിൽ പോയി ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടോ? കമന്റ് ബിലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.